നമ്മുടെ വീടൊക്കെ ക്ലീനായി ഇരിക്കാനായിട്ടുള്ള 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ജനലുകളൊക്കെ നമ്മൾ 2 മാസം കൂടുമ്പോൾ ഒരു തവണയെങ്കിലും നമ്മൾ ജനലൊക്കെ തുടച്ചു കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സോപ്പോ സർഫോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടൊന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് വലിയൊരു തലവേദനയായി മാറും. ഈ ക്ലീനിങ് എന്ന് പറയുന്നത് ചെയ്യാണ്ടിരിക്കുന്നിടത്തോളം കാലം അതൊരു വലിയൊരു തലവേദനയായിരിക്കും. പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ കരിപിടിച്ച് കിടക്കുന്നത് ഒരു ഐശ്വര്യക്കേടുമാണ്. പെട്ടെന്ന് നമുക്ക് ഇടയ്ക്ക് 3 മാസം കൂടുമെങ്കിലും ഒരിക്കലെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ട് വരില്ല. വർഷത്തിൽ ഒരു തവണ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരുപാട് ബുദ്ധിമുട്ട് വരും. കണ്ടോ കിച്ചൻ്റെയൊക്കെ ഇതിപ്പോൾ ഞാൻ കിച്ചൻ്റെയാണ് തുടയ്ക്കുന്നത്. കണ്ടോ അഴുക്ക് കണ്ടോ. അതുപോലെ തന്നെ കിച്ചൻ്റെ ജനലുകളുടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ അത് കണ്ടത് എന്തോരം അഴുക്കളാണ്. ഇതിങ്ങനെ എണ്ണമെഴുക്ക് വരുമല്ലോ നമ്മളിപ്പോൾ ഫ്രൈ ഐറ്റംസ് ഒക്കെ ചെയ്യണ സമയത്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ പാറ്റേനെ ഉറുമ്പ് വരാതിരിക്കാനുള്ള ചോക്ക് കൊണ്ട് വരച്ച് വെച്ചിരിക്കണമാണ്. കാരണം അല്ലെങ്കിൽ ഭയങ്കര ഉറുമ്പ് ശല്യമാണ്. അപ്പോൾ അതേ ഇത് കണ്ടോ. അപ്പോൾ ജനലൊക്കെ ഞാൻ തുടച്ച് സെറ്റാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കോർണറുകളൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, എന്നെക്കൊണ്ട് പറ്റാവുന്ന ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ നല്ല ഇതാക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക. കണ്ടോ. അപ്പോൾ ആ ഒരു ജനലിലെ താഴെയുള്ള കിച്ചൻ്റെ ഭാഗം ഇപ്പം നോക്കിയാൽ നല്ല അസല ക്ലീൻ ആയിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉറുമ്പ് വരാതിരിക്കാനായിട്ട് ഇവിടെ ഉറുമ്പ് വന്നാൽ പിന്നെ ആകെ അലമ്പാകും. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇതെന്താണെന്ന് പറയുക, ഹിറ്റിൻ്റെ പാറ്റ വരാതിരിക്കാനുള്ള ചോക്കാണ്. പക്ഷേ ഇത് ഞാനിങ്ങനെ വരച്ചു കൊടുക്കും. എന്തിനാണെന്നറിയോ, അപ്പം നമ്മൾ പഞ്ചസാര പാത്രം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ പഞ്ചസാരയുണ്ട്, ഉണ്ട ശർക്കര. അപ്പോൾ ഇതെന്തായാലും വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വരും. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വരില്ല. പിന്നെ അത് വിപ്പിംഗ് പൗഡറും കുറച്ചുണ്ട്. അപ്പോൾ അതും കൂടി ഇതിങ്ങനെ ഒരു സൈഡിൽ വെച്ച്, അധികം സാധനങ്ങളൊന്നും ഞാനിപ്പോൾ ജനലിൽ വെക്കാറില്ല. ഇത് നെയ്യ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ വെക്കാറുള്ളൂ. കണ്ടോ. അപ്പോൾ ഉറുമ്പും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കും. പിന്നെ നമ്മൾ ജനലിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ തുടച്ച് വിടുക കേട്ടോ. നല്ലോണം പൊടി ഉണ്ടാവും. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് തുടച്ച് വിടുക. കണ്ടോ. നമ്മൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ വീട് വൃത്തിയായിട്ടിരിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസിൻ്റെ ബർണറൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കാം. സോപ്പൊന്നും എല്ലാ ദിവസവും കഴുകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുക്കാം. ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ അത്രയായിരിക്കും. ഇതിപ്പോൾ നന്നായി കുക്ക് ചെയ്തെന്ന്. അപ്പോൾ അതിൻ്റെ ഇതാണ് ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ തെറിച്ച് എണ്ണ. പ്രത്യേകിച്ച് ഫ്രൈ ഐറ്റംസ് ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ ബർണർ ഇതായിരിക്കും. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മൊത്തം ഗോതമ്പിൻ്റെ പൊടിയുമായിരിക്കും. നമ്മളത് ഇതുപോലെ നന്നായിട്ട് തുടച്ച് ക്ലീനാക്കി വയ്ക്കാം. കണ്ടോ. അടുത്തത് കിച്ചൺ സിങ്കാണ്. ഇത്തിരി അലമ്പായിപ്പോയി. കാരണം 2-3-4 ദിവസമായിട്ട് സുഖമില്ല. അപ്പോൾ കുക്കിംഗ് ഉണ്ട്, പക്ഷേ ക്ലീനിങ് പറ്റണില്ല. അപ്പം ഞാനതേ കുറച്ച് ഹാർപ്പിക്ക് എടുത്തിട്ടുണ്ട്. ഇതേ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇത്തിരി നന്നായിട്ട് തന്നെ ഹാർപ്പിക്ക് വേണ്ടി വരും. ഇത്തിരി അഴുക്കുണ്ട്. പറഞ്ഞ് നമ്മൾ ഈ നോൺ വെജും മീൻ വറുത്ത് ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ സിങ്ക് ഇത്ര അഴുക്ക് വരുന്നത്. നമ്മൾ വെജിറ്റബിളൊക്കെ ഉണ്ടാക്കി ഒരു കഞ്ഞിയും പയറോ വെറും ഒരു മോര് കറി, ഒരു വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഇത്രയും വരില്ല. അപ്പോൾ ഇത് എല്ലാ ദിവസവും ക്ലീൻ ചെയ്താൽ നന്നായിരിക്കും. എനിക്ക് എല്ലാ ദിവസവും കൂടെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. പിന്നെ അതൊക്കെ വയ്യാതെയൊക്കെ ആയി കഴിയുമ്പോഴുള്ള പ്രശ്നങ്ങൾ വേറെ തണിത്തിരക്ക്. അപ്പോൾ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മ മാത്രമാണെങ്കിൽ നമുക്ക് ക്ലീനിങ് ചെയ്യാൻ സമയം കിട്ടും. വീട്ടിലിരുന്ന് നമ്മൾ വല്ല വർക്കും കൂടി ചെയ്യുന്നവരാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ വീട്ടിലെ പണി ഒരുക്കിയിട്ട് നമ്മളുടെ
കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് എന്താവും, എല്ലാ ദിവസവും കിച്ചൺ സിങ്ക് ഇതാവില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഹാർപ്പിക്ക് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. നല്ല ക്ലീൻ ആവും കേട്ടോ. ഹാർപ്പിക്ക് വെള്ളം കൂടി മിക്സാക്കി ചെയ്യണം. നമ്മൾ വിം വെച്ചൊന്നും ചെയ്താൽ ഇത്രയും ക്ലീൻ വരില്ല. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്ക് അതായത് നല്ല പളപളന്നായി. എന്നാലും 4-5 ദിവസം കഴിയുമ്പോഴേക്കും നല്ല അഴുക്ക് വരും. അപ്പോൾ നമ്മൾ വീണ്ടും ക്ലീൻ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ചെയ്യാൻ നമ്മൾ വീട് വൃത്തിയായിട്ടിരിക്കുക, അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും. ഇനി അടുത്ത കാര്യം പറയാം. നമ്മൾ ഈ മഴക്കാലത്ത് കർട്ടനിലൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു മാറാല അല്ലെങ്കിൽ ഒരു പൂപ്പൽ മണം വരും. അപ്പോൾ അത് മാറാനായിട്ടൊരു ട്രിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിലേക്ക് പുൽത്തൈല. ഇത് നമ്മൾ തറ തുടയ്ക്കാനും ഈ പുൽത്തൈല ഇട്ടാൽ മതി. ഞാനിപ്പോൾ തറ തുടയ്ക്കുന്ന വീഡിയോ ഇപ്പോൾ കാണിക്കുന്നില്ല. ഓൾറെഡി ഞാൻ തറ തുടച്ച് വെച്ചിരിക്കണുണ്ട്. പിന്നെ അതൊരു വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്നില്ല ഞാൻ. അപ്പോൾ തറ തുടയ്ക്കാനൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ബാത്റൂമിലാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല മണം കിട്ടാനായിട്ട് സ്പ്രേ ചെയ്യാം കേട്ടോ. ബാത്റൂമിൽ നമുക്ക് സ്പ്രേ ചെയ്യാം. തറ തുടയ്ക്കാനാണെങ്കിൽ പുൽത്തൈല തറ തുടയ്ക്കണ വെള്ളത്തിൽ 2-3 തുള്ളി ഇട്ടാൽ മതി. പിന്നെ സോഫ കർട്ടൻ ഒക്കെ നല്ല സ്മെല്ല് കിട്ടാനായിട്ട് ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ശേഷം നന്നായിട്ട് കുലുക്കിയ ശേഷം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കർട്ടനിൽ. അപ്പോൾ കർട്ടനിൽ ആ ഒരു പൂപ്പൽ മണം ഉണ്ടെങ്കിൽ പോകും കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ അതേ കർട്ടനിൽ ഞാനിപ്പോൾ സ്പ്രേ ചെയ്യാൻ പോകണം. കർട്ടനിൽ നല്ലൊരു വാസന ഉണ്ടാവും. ഇനി വേറൊരു കാര്യം കൂടി പറയാം. നമ്മുടെ ഡോർ മാറ്റിലാണെങ്കിലും നമുക്കിത് ഇതുപോലെ ഇപ്പോൾ മഴക്കാലം വന്നിട്ട് നമുക്ക് അലക്കാൻ പറ്റില്ല. അതെ, ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കുറച്ച് തളിച്ചു കൊടുത്താലേ മതി. നല്ല വാസന ഉണ്ടാവും. ആരെങ്കിലും വീട്ടിലേക്ക് വരുന്ന സമയത്ത് നല്ല ആ അഴുക്ക് മണമൊക്കെ പോയി. ബാത്റൂമിൻ്റെ ഡോർ മാറ്റിലും ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീട് അടിച്ചു തുടയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് പുൽത്തൈലം ഇട്ട് കൊടുക്കുക. ബാത്റൂം ക്ലീൻ ചെയ്ത ശേഷം കുറച്ച് പുൽത്തൈലം ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല വാസനയും ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ വീട് വൃത്തിയായിട്ടിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരാം.